എൻ്റെ പേര് മല്ല. ഹലോ നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാൻ നിൽക്കുന്നത് പൊന്മുടി സീതാതീർത്ഥത്തിലാണ്. ഇപ്പൊ സമയം ഏതാണ്ട് 8 മണി അടുക്കുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. ദക്ഷിണ കേരളത്തിലെ തന്നെ പ്രധാനമായിട്ടുള്ള മകരം 1-ന്റെ പ്രത്യേകത, മകരം 1 നമ്മൾ അറിയപ്പെടുന്നത്, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് മകരവിളക്ക്. ധർമ്മശാസ്താവ്, ശബരിമല ധർമ്മശാസ്താവിന്റെ മകരവിളക്കാണ് നമ്മൾ മകരം 1 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ ദക്ഷിണ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവം കൂടിയാണ് പൊന്മുടി സീതാതീർത്ഥത്തിലെ മകരപ്പൊങ്കൽ. അതിന്റെ മുന്നൊരുക്കങ്ങൾ ഈ രാത്രിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് മകരം 1. അല്ലല്ല, അത് നേരത്തെ വെച്ചാൽ നമ്മളെല്ലാം
विश्वमूर्ते महालक्ष्मी नमोस्तुते कृष्णप्रिये कृष्णरूपे महालक्ष्मी नमोस्तुते गीतरूपे रागमूर्ते महालक्ष्मी नमोस्तुते महालक्ष्मी नमोस्तुते गायत्री ब्रह्म गायत्री महालक्ष्मी കുടിയം ദേശം എന്നാണ് പുത്തോട് ദേശം പുത്തോട് കാണി ഇപ്പോഴും ഇവരുടെ ഭാഗങ്ങൾ അവിടെയൊക്കെ പുത്തോടെന്നും പിന്നെ മുക്കോത്തി വയല് ആ ദേശത്ത് താമസിക്കുന്നവരാണ് ശരിക്കും അല്ല പണ്ട് എടുത്ത ഭൂപടത്തിനകത്ത് അതിൽ എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുടെ പേര് കാണി ചേർത്താണ്. ഞാൻ ആ ഭൂപടം കാണിച്ചു തരാം എല്ലായിടത്തും. Hare
മകരപ്പൊങ്കൽ നാളെയാണ്. ചാറ്റ് പാട്ട് അത് എന്താണ് ഈ ചാറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവിടുത്തെ മുഖ്യ പൂജാരിയും ചാറ്റ് പാട്ടിൻ്റെയൊക്കെ ആശാനും മല്ലൻ കാണി, അങ്ങനെ തന്നെ. അതെ. ആ, അപ്പോൾ അങ്ങ് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന്? ഇവിടെ ഇന്നത്തെ പൂജ കൊടുതിയുടെ ചാറ്റ് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിശേഷമായ കാര്യത്തിനും ചാറ്റും. ശത്രുബാധ ഉണ്ടായിരുന്നാലും ഈ ചാറ്റുന്നൊരു വാദമാണ്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വിളക്ക് കൊളുത്തിയിട്ട് തുടങ്ങിയ വെളുക്കുന്നേരൊക്കെ ഉള്ള വായ്പാട്ടാണ്, വായ്മൊഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദേവന്മാരെ വിളിച്ച് വരുത്തി അവർ ദോഷങ്ങളൊക്കെ തീർക്കാനുള്ള മനുഷ്യർക്കുണ്ട് കാലദോഷങ്ങളും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയും വലിയ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്, അതെല്ലാം അതനുസരിച്ചുള്ളതാണ് ഇത് ചാറ്റ്. ദേവന്മാരെ വിളിച്ച് 30 കോടി ദേവന്മാരെയും വിളിച്ചിട്ട് ഉള്ള വരുത്തി നമ്മളെ ദുരിതങ്ങളൊക്കെ തീർത്ത് എടുത്ത് ചെയ്യുന്നുള്ള ധീരവ്യാധികളൊക്കെ തീർക്കാനും രോഗങ്ങളെ തീർക്കാനും ഗോത്രങ്ങളെ തീർക്കാനും ചെയ്യുന്ന ഒരു മന്ത്രമാണ് നമ്മളെ ചാറ്റ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ പറഞ്ഞ പോലെ ചാറ്റ് പാട്ടെന്ന് പറയും. ചാറ്റ് പാട്ട് വലിയ പ്രാധാന്യമുള്ളതാണ് ഞങ്ങളെ ചാറ്റ് പാട്ട്. എല്ലാത്തിനും ഉള്ള കളത്തിനുള്ള ചാറ്റ്, മനുഷ്യർക്ക് ആപത്ത് പിടിച്ചാലും ചാറ്റ്, ഇങ്ങനെയുള്ളതിനെ ഒരു വായ്മൊഴിയാണ് ചാറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ചാറ്റ് എന്നല്ല പറയുന്നത് അതാണ് നമ്മൾ പറയുന്ന വാക്ക്. ഇത് ഈശ്വരസിദ്ധിയായാലും കിട്ടിയെങ്കിൽ അത് വാമൊഴി കേട്ട് പഠിക്കാനും വല്ല ഒരു ഗുരു ആവണമെങ്കിൽ ഈശ്വരസിദ്ധിയായിട്ട് കിട്ടുന്നു. മായപ്പെടുത്തം എന്ന് പറയും, ഞങ്ങൾ മായപ്പെടുത്തം എന്നാണ് അതിന് പറയുന്നത്. അതിന് വല്ല ഒരു ശിഷ്യനായിട്ട് നിന്ന് ഒരു ഗുരുവിൻ്റെ പേരിൽ നിന്ന് പഠിക്കും പോലെയല്ല. പിന്നെ ദേവന്മാർ കൊടുത്ത് എല്ലാം നിന്ന് 10 പേര് 9 പേര് 7 പേര് നിന്നിരുന്നാലും അതിൽ ദേവൻ അനുഗ്രഹിക്കുക, കുടുംബത്തിലായിരുന്നാലും ദേവന്മാരായിരുന്നാലും അനുഗ്രഹിച്ച് നമ്മളെ കുഞ്ഞുങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞുള്ളൊരു വിദ്യ തരണവർക്ക് മാത്രമേ ഈ ചാറ്റ് നമുക്ക് വിധി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനെ മായപ്പെടുത്തുമെന്ന് പറയണം. അതിന് അതാണ് ചാറ്റായിട്ട് നമ്മൾ. ഇത് നമുക്ക് ഈ ചാറ്റ് പാട്ടിന്റെ പുസ്തകങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ? ചാറ്റ് പാട്ടിന്റെ പുസ്തകങ്ങളൊന്നും കിട്ടില്ല, വാമൊഴിയിലുള്ളതാണ്. ഇത് ഈ ചാറ്റ് നമ്മളുടെ ഈ ദക്ഷിണ കേരളത്തിൽ ഈ സീതാതീർത്ഥം അല്ലാതെ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്. നമ്മളുടെ ഈ ദക്ഷിണ കേരളം കഴിഞ്ഞ് അങ്ങ് വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഈ ചാറ്റ് പാട്ടിന് വേറെന്തെങ്കിലും വ്യതിയാനം അത് നമ്മളെ ഗോത്രവർഗ്ഗക്കാരിൽ പലതും പറയും. നമ്മളെ കാസർഗോഡ് ഗതികയെന്ന് പറയും, അവരുടെ മന്ത്രം അത്. ഗതിക. അത്
വടക്കോട്ട് ഓരോ ഗോത്രവർക്കാർ ഓരോ രീതിയാണ് പാട്ടുകളെല്ലാം. അങ്ങനെ ഓരോ വർക്കത്തിനും ഓരോ നമ്മൾ തിരുവിതാംകൂറിലുള്ളവർ മാത്രമേ ഈ ചാറ്റുന്നുള്ളൂ. പേച്ചിപ്പാറ തമിഴ്നാട്ടിൽ ഉണ്ട്, അടുക്കുപാറയുള്ളവർ കാണിക്കാർക്കുണ്ട്, പിന്നെ പേച്ചിപ്പാറയുള്ള കാണിക്കാർക്കുണ്ട്. അവരെല്ലാം കാണിക്കാർക്ക് മാത്രമേ ഇതേ ഉള്ളൂ. ഈ വിദ്യ അവർക്ക് കിട്ടിയിട്ട് അഗസ്ത്യരുടെ വഴിയാണ്, അഗസ്ത്യർ പറഞ്ഞു കൊടുത്തിട്ടുള്ള വഴിയാണ് ഇത് ഇതുവരെയും ചെയ്തുകൊണ്ട് വരണേ. ഇപ്പം അത് കാലങ്ങളായി ഇതിന് വിദ്യ ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന വിദ്യ ഇപ്പം കിട്ടാതെ ഇരിക്കുകയാണ്. അതിനുള്ള ഗുരുത്വമൊക്കെ മാറി ഗോത്രവർഗ്ഗക്കാരുടെ സംസ്കാരങ്ങൾ മാറുന്നതുകൊണ്ട് ഇതിന് നമ്മുടെ വിദ്യയെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും കുറച്ച് പേർക്ക് മാത്രമേ ഇപ്പോഴറിയാവൂ. ഇനി അടുത്ത തലമുറയിൽ കിട്ടുമെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം, ആർക്കും അറിയാൻ ഒക്കില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന ചാറ്റ് ആശാന്മാരെല്ലാം അവർക്ക് ശിഷ്യന്മാരൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലേ? അവർ ആശാന്മാരിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നാണ് ഇവരിപ്പോൾ ആശാന്മാരായി വന്നിരുന്ന് ചാട്ടുന്നത്. അവർക്ക് ശിഷ്യന്മാരുണ്ടോ? അവർക്ക് കാണുമായിരിക്കും. നമുക്കറിഞ്ഞ ദൂരം കൂടുതലാണ്, പ്ലാവളയിലുള്ളതാണ്, കോട്ടൂരിലുള്ളതാണ്, നമ്മളെ പ്രദേശത്തുള്ളതല്ല, ദൂരം കാണിക്കാറ് തന്നെ. അപ്പം അങ്ങ് ഓരോ മലയാളത്തിലുണ്ട്. ഇപ്പോഴ് ഏതെങ്കിലും ഒരു ഊരിൽ 1-2 ആളുകൾ, ചിലപ്പോൾ ഒരാൾ മാത്രമേ കാണൂ, ചില ഊരിലില്ല. എവിടെയെങ്കിലും ഒരു ആവശ്യം വന്ന് വേറെ ഊരിൽ ചെന്ന് ആൾ വിളിച്ചുകൊണ്ട് വന്നാൽ ചാറ്റിൻ്റെ വയറ്റിന് പ്ലാത്തി എന്ന് പറയുന്നത്. പ്ലാത്തി എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഈ പാടുന്ന മൂപ്പര അവർ 2-3 പേരെ ഉണ്ടായിരുന്നു. അതിന് മെയിൻ ആളാണ് ഒരാൾ, ബാക്കിയുള്ള കൂടി പറയുകയാണ് ചെയ്യണത്. ആശാൻ നേരത്തെ പറയും, അതിൻ്റെ അടുത്ത ആള് 2 പേരും കൂടെ ഒത്തു പറയും. അങ്ങനെ ഈ ആശാനാണ് എന്താ പറഞ്ഞത്? പ്ലാത്തി. 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 അതായത് ചാറ്റ് പാട്ടിന്റെ നയിച്ചോണ്ട് പോകുന്ന ചാറ്റ് പാട്ട് നയിച്ചോണ്ട് പോകുന്ന ആശാനാണ് പ്ലാത്തി എന്നാണ് ഇവിടെ ഈ ഞങ്ങളെ വർഗ്ഗക്കാർ പറയുന്നത്. ഈ ദക്ഷിണ കേരളത്തില് കാണിക്കാർ പറയും. അതായത് നമ്മളിപ്പോ ഇനി കോട്ടൂരേക്ക് പോകുമ്പോ ഇതിന് വല്ല വ്യത്യാസമുണ്ട്? വ്യത്യാസമൊന്നും ഇല്ല. ഇല്ല. പ്ലാത്തിന്നും പറയും, വൈച്ചേരിന്നും പറയും. വൈച്ചേരി എന്ന് പറയുമ്പോൾ പ്ലാത്തിനെ തന്നെ വൈച്ചേരി എന്ന് പറയുന്നത്. അത് മരുന്ന് കൊടുക്കുക അറിയാം അവർക്ക്. അങ്ങനെ വൈദ്യം കൂടെ. ശരി. ഇനി ഇപ്പോ ഈ ചാറ്റുപാട്ട് ഇപ്പോ 8 മണിക്ക് തുടങ്ങി. 8 മണിക്കല്ലേ ഇന്ന് തുടങ്ങി? ഇപ്പൊ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവര് പാടി, അതായത് ഒറ്റ ശ്വാസത്തിന് ഇത്രയും പാടി അവരിപ്പോ തൽക്കാലം വെയിറ്റ് ചെയ്യണം. അപ്പൊ കിട്ടിയ ഒരു ശാന്തമായ ആ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി അവർ തുടങ്ങി, അതായത് ഇത് എത്ര സമയം ഇന്ന് വെളുക്കുവോളം ഉണ്ടാവുമോ? അത് വെളുക്കുവോളം കാണും. അത് ഒരു നിർത്തേണ്ട സ്ഥലത്താണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി വിശ്രമം എടുത്തോ, ദേവന്മാരൊക്കെ വിശ്രമം എടുത്തതിന് ശേഷം അവിടുന്ന് വീട്ടിലും വീണ്ടും പണി തുടങ്ങിക്കൊണ്ട് പോകും. ഇത് ഒരു കഥയാണോ ഇവർ ഇങ്ങനെ ഈ പറയുന്നത്? കഥ ഞാനത് ചോദിക്കട്ടെ. എല്ലാവർക്കും ഇത് കേൾക്കാൻ മനസ്സിലാവൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അത് പറഞ്ഞു പോണത് കഥയാണോ? കഥയല്ല, മന്ത്രമാണത്. മന്ത്രമാണ്. ആദിവാസിയുടെ ദേവമന്ത്രമാണ്. അത് പറയുന്നത് തമിഴും മലയാളം കൂടെയാണ് ചേരുന്നത്. തമിഴും മലയാളം കൂടെ ചേർന്ന ഭാഷയാണ്. അത് തമിഴെന്ന് പറഞ്ഞാല് ശരിക്കും തമിഴും അല്ല, ശരിക്കും മലയാളമല്ല. അത് തന്നെ. അതായത് മലയാളിക്ക് കേട്ടാലും മനസ്സിലാവില്ല, തമിഴന് കേട്ടാലും മനസ്സിലാവില്ല. ചെന്തമിഴ് മലയാളം തമിഴും കൂടെ വരണം. ശരി, അതാണ് അതിന്റെ ഭാഷ. ഞങ്ങൾ അഗസ്ത്യരുടെ വഴി അതാണ്. അപ്പൊ ഇത് വായ്മൊഴിയായിട്ടാണ് വായ്മൊഴി കേട്ട്. പിന്നെ ചാറ്റ് പഠിക്കുന്നത് വായ്മൊഴി കേട്ട് പഠിക്കണം. പിന്നെ അതിന് അനുഗ്രഹം കിട്ടിയെങ്കിലേ ഇത് മൊത്തമായിട്ട് പാടാനൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ തോറ്റം പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും ഈ വായ്മൊഴിയായി കേട്ട്. അത് ഗ്രന്ഥമുണ്ട്, അതിന് ഗ്രന്ഥമുണ്ട്. അതിന് തമിഴ്നാട്ടുകാരൊക്കെ ഗ്രന്ഥത്തിൽ കണ്ടാണ് അവർ പറയുന്നത്. ബട്ട് നമ്മളെ നാട്ടിലുള്ളവർ അതല്ല, അവർ വായ്മൊഴിയായിട്ട് കേട്ട് പഠിച്ചിരുന്നാണ് ചെയ്യുന്നത്. പക്ഷെ നേരത്തെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ള തോറ്റം പാട്ട് ഇങ്ങനെ എഴുതിക്കൂടാ എന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. അന്ന് ഒരു ആശാന്റെ കീഴില് ശിഷ്യപ്പെട്ട് നിന്ന് പഠിക്കുന്ന ഒരു കലാരൂപം മാത്രമല്ല, അതൊരു ധ്യാനം കൂടി. അതെ, നിഷ്ഠയാണ്. നിഷ്ഠ. എങ്ങനെ? നിഷ്ഠ. വളരെ ഭക്തിയോടുകൂടി പഠിക്കുന്നത് ആണ്. അത് ഗുരു മുഖത്ത് നിന്നാണ് പഠിക്കുന്നത്. പക്ഷെ അതും ഇപ്പോ പഠിക്കാൻ കൂടുതൽ ആൾക്കാർ, അതായത് വരുന്ന തലമുറയെ കിട്ടുന്നില്ല എന്ന് ഈ ആശാന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കിട്ടില്ല.
ഇപ്പോഴ് നമ്മൾ ഗോത്രവർഗങ്ങളുടെ സംസ്കാരത്തിൽ മാറിക്കൊണ്ടുപോയിരിക്കുകയാണ് പഴയ കാലങ്ങളിലല്ല. അപ്പോൾ അതിൻ്റെ സത്യവും നീതിയൊക്കെ മറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പം പിന്നെ അതിനുള്ള ദേവശക്തി നമ്മളതിൽ വരില്ല. അപ്പോൾ ഗുരുക്കന്മാർ കിട്ടില്ല. അല്ല 10 പേർ കൂടിയായിരുന്നാലും ഒരാളായിരിക്കും ചില പേര് ന്യായം തിരിക്കേണ്ടത്. അപ്പോൾ അങ്ങ് ന്യായം തിരിക്കും പറയും, ഇപ്പോൾ നമുക്കത് ചെയ്തിട്ട് ഇതൊരു കാര്യം നമുക്ക് സാധിക്കാൻ നോക്കും എന്നുള്ള ചിന്തകളാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ഇനി അങ്ങ് എത്ര കാലമായി ഇവിടെ പൂജാരിയായിട്ട്? ഞാൻ ഇവിടെ 35 വർഷത്തിൽ കൂടുതലായി. എൻ്റെ ചിറ്റപ്പൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ പൂജാരിയുടെ ഇവിടെ വന്നിട്ടുള്ളത്. ഭഗവാൻ ചിറ്റപ്പൻ, നമ്മൾ ഇളയ ചിറ്റപ്പൻ്റെ കീഴിലാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ തണുപ്പ് കാരണം അവര് നമ്മളെ പാട്ടുകാരൊക്കെ ശരീരത്തെ ഉടമ്പിലൊക്കെ എണ്ണ ഇട്ട് തുടങ്ങി. അത് എന്തോ തണുപ്പ് മാറ്റാനുള്ള സംഗതി ആയിരിക്കും തോന്നണല്ലേ? ആയിരിക്കാം. ഇത് തണുപ്പ് പിടിക്കില്ലല്ലോ. നമ്മൾ തുണിയും പിടിക്കൊണ്ടിരുന്നല്ലേ കൊള്ളു. ഇത് കൊടും തമിഴല്ലേ, എത്ര തണുപ്പല്ലേ, എത്ര 1000 ബ്രഹ്മംകോട്ട മലയാണിത്. ഇത് കൊടുത്തി സമയത്ത് പൊങ്കാല സമയത്ത് നമ്മൾ തലേദിവസം വരും. തലേദിവസം വന്ന് കിടക്കും. എങ്കിൽ ഇവിടെ കാര്യങ്ങൾ ഇപ്പോഴും തന്നെ ധാരാളം ആളുണ്ട്, ജോലി ചെയ്യാനൊക്കെ ആളുണ്ട്. മറ്റേ നമ്മൾ മാത്രം പിള്ളേരെയും വിളിച്ചോട്ട് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത്തരത്തിൽ 2-3 ദിവസങ്ങൾ തങ്ങിയാലേ ഇവിടെ വെക്കുകയുള്ളൂ. ചിലപ്പോൾ അന്തരീക്ഷം മാറും. ചിലപ്പോൾ നാളെ ഈ അന്തരീക്ഷം എന്താണ് നമുക്ക് നിശ്ചയിക്കാക്കില്ല. കഴിഞ്ഞ വർഷം മൊത്തം മഴയായിരുന്നു. ഞങ്ങൾ പൊങ്കാല തുടങ്ങിയപ്പോൾ മഴ പോയി. അവിടെ മാറി പൊങ്കാല തീർന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങും, മഴ തുടങ്ങി. അതാണ് ഇവിടെ അന്തരീക്ഷം.